ഒരു പുതിയ തട്ടിപ്പിന്റെ കഥയാണ് റിപ്പോർട്ടർ ഇനി പുറത്തുവിടുന്നത്. ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റായ ആമസോണിലൂടെ 4 കാർ ടയറുകൾ ഓർഡർ ചെയ്ത വ്യക്തിക്ക് ലഭിച്ചത് ഒരൊറ്റ ടയർ, അതും ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ പൊട്ടിത്തകർന്നത്. പാലക്കാട് പള്ളത്തേരി സ്വദേശി ശ്രീകാന്തിനാണ് ഈ ദുരനുഭവമുണ്ടായത്. ഓൺലൈനിൽ മൊബൈൽ ഓർഡർ ചെയ്തപ്പോൾ ഇഷ്ടിക അയച്ചു പറ്റിച്ചു, തട്ടിപ്പിനിരയായി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അതൊക്കെ അങ്ങ് നോർത്ത് ഇന്ത്യയിലല്ലേ എന്ന് പറഞ്ഞ് ആശ്വസിച്ചവരാണ് മിക്ക മലയാളികളും. ഇപ്പോഴിതാ കേരളത്തിലും അങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. ഓഗസ്റ്റ് 7 ഓർഡർ ചെയ്തു, ഓഗസ്റ്റ് 15 ഡെലിവറി പറഞ്ഞു. 4 ടയർ ഓർഡർ ചെയ്തു. 4 ടയർ ആമസോൺ എന്ന് നമ്മൾ ഓർഡർ ചെയ്ത് അപ്പോളോ എന്ന് പറഞ്ഞ ടയർ 4 ഓർഡർ ചെയ്തു. അപ്പം ഇതിന് റിട്ടേൺ പോളിസി ഇല്ലാത്തതുകൊണ്ട് ഞാനതെല്ലാം കൺഫേം ചെയ്തിരുന്നു. ചാറ്റ് ചെയ്തിട്ട് അവരുടെ അടുത്ത് ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ റിട്ടേൺ എടുക്കുമോ. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ പ്രൈം മെമ്പറൊക്കെയാണ്, അപ്പോൾ അതുകൊണ്ട് റിട്ടേണൊക്കെ തരുന്നൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 15 ഡെലിവറി പറഞ്ഞു, അന്ന് വന്നില്ല. അപ്പോൾ അന്ന് അവർ പറഞ്ഞത് ഓഗസ്റ്റ് 15 ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഓഗസ്റ്റ് 15 എല്ലാവർക്കും അറിയണം തന്നെയാണല്ലോ മുൻകൂട്ടിയിട്ട്, എന്നിട്ട് എന്തുകൊണ്ടാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് 16 ഡെലിവറി തരാമെന്ന് പറഞ്ഞു. 16 ഡെലിവറി വന്നു. വീട്ടിൽ വയസ്സായവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. OTP ചോദിക്കും. അപ്പോൾ ഞാൻ പ്രവാസിയാണ്, ഞാൻ അവിടെ നിന്ന് OTP അയച്ചു കൊടുത്തു. സംഗതി ഇവർ ഡെലിവറി വാങ്ങിച്ചു വെച്ചു. ഡെലിവറി കഴിഞ്ഞ് ആൾ പോയി, കുറച്ച് കഴിഞ്ഞ് മോനെത്തി. മോൻ നോക്കിയിട്ട് പറഞ്ഞു 1 ടയറേ ഉള്ളൂ. അയ്യോ, അപ്പോൾ തന്നെ ഞാൻ ഡെലിവറി ഏജൻറ്റിനെ വിളിച്ചു. ഡെലിവറി ഏജൻറ്റിനെ വിളിച്ചിട്ട് ഞാൻ കൺഫേം ചെയ്തു. ഞാൻ പറഞ്ഞു നിങ്ങൾ എത്ര ടയറാണ് ഡെലിവറി ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 1 ടയർ. അപ്പോൾ ഞാൻ പറഞ്ഞു 4 ടയറാണല്ലോ ഓർഡർ ചെയ്ത് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അല്ലല്ല, ഞങ്ങൾക്ക് 1 ടയർ ഡെലിവറിക്ക് തന്നിട്ടുള്ളൂ. അത് കൺഫേം ആയി, കാരണം അതെനിക്കൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞാനപ്പോൾ തന്നെ ദുബായിൽ നിന്ന് തന്നെ ഇവരുമായിട്ട് സംസാരിച്ചു, ആമസോണായിട്ട്. ആമസോൺ പറഞ്ഞു ഓക്കെ, 4 ടയറിന് 1 ടയർ വന്നിട്ടില്ലെങ്കിൽ 3 ടയറിൻ്റെ റീപേയ്മെൻറ്റ് തരാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അത് റീപേയ്മെൻറ്റ് അടുത്ത ദിവസം തന്നെ നമുക്ക് കിട്ടി. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്ക് ഈ 1 ടയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം 4 ടയർ എനിക്ക് മാറ്റണം. അപ്പോൾ എനിക്കത് പറ്റില്ല. അപ്പോൾ ആദ്യം ഒരുപാട് ദിവസങ്ങൾ ഇതിൻ്റെ പുറകിൽ എനിക്ക് ഫോളോ അപ്പ് ചെയ്യേണ്ടി വന്നു. എപ്പോഴും ഓരോ പ്രാവശ്യം ചാറ്റ് ചെയ്യുമ്പോൾ ഒരു 48 hours പറയും. ആ 48 hours കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യും. അവസാനം അവർ എഗ്രി ചെയ്തു, മാറ്റി തരാം, നിങ്ങൾക്ക് റിട്ടേൺ എടുക്കാം, റീഫണ്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്തു, നിങ്ങൾ റിട്ടേൺ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തു. അവരിങ്ങനെ ഇതേപോലെ ഡിലേ. അപ്പോൾ അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഓഗസ്റ്റ് 27 ഈ ആദ്യം 3 പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞു. ഇതിൻ്റെ പേയ്മെൻറ്റും കൂടെ എനിക്ക് തരും, പ്രോസസ്സായി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ബാങ്കിൽ വന്നിട്ടില്ല. ഞാൻ അങ്ങനെ വെയിറ്റിംഗ് ആണ്. എനിക്കിവിടെ ടയർ മാറ്റാൻ സമയം വൈകി. ഇങ്ങനെ നിന്ന് ഞാൻ ഏതായാലും സെപ്റ്റംബർ 13 വരികയാണ് നാട്ടിലേക്ക്. അപ്പോൾ എല്ലാം കൂടെ ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ 13 രാത്രി എത്തിക്കഴിഞ്ഞിട്ട് സംഗതി ബാക്കിയുള്ള ടയർ മാറ്റണമല്ലോ. അപ്പോൾ ഇതൊരെണ്ണം ഉണ്ട്, ഇവർ റീഫണ്ട് തന്നില്ലെങ്കിലോ, അതപ്പോൾ ഒരെണ്ണം വെച്ച് 3 വാങ്ങിയാൽ മതിയല്ലോ. അങ്ങനെ വിചാരിച്ചിരുന്ന് സംഗതി ഞാൻ ഇത് പൊട്ടിച്ച് നോക്കിയപ്പം ഒരു ഡാമേജ് ടയറാണ് വന്നിരിക്കുന്നത്. പാലക്കാട് പള്ളത്തേരി സ്വദേശിയും പ്രവാസിയുമായ ശ്രീകാന്തിനുണ്ടായ ദുരനുഭവമാണിത്. 13,000 രൂപയാണ് 4 ടയറുകൾക്കുമായി ശ്രീകാന്ത് ആമസോണിലൂടെ മുൻകൂട്ടി അടച്ചത്. കിട്ടിയത് ഒരെണ്ണം, അതും ഈ അവസ്ഥയിൽ. വർഷങ്ങളായി ആമസോൺ ഉൾപ്പെടെയുള്ള ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റുകളിലൂടെ സാധനം വാങ്ങാറുള്ള വ്യക്തിയാണ് ശ്രീകാന്ത്. ആമസോണിൻ്റെ പ്രൈം മെമ്പർഷിപ്പുമുണ്ട്. പണം നഷ്ടപ്പെട്ടതിനേക്കാൾ വേദനയായിരുന്നു പറ്റിക്കപ്പെട്ടപ്പോൾ എന്നാണ് ശ്രീകാന്ത് പറയുന്നത്. വിവരം ആമസോൺ കസ്റ്റമർ കെയറിൽ അറിയിച്ചിട്ടും കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഇടയിൽ അപമാനിതനായെന്നും ഇത്തരം സാഹചര്യം ഇനി ഒരാൾക്കും ഉണ്ടാവരുതെന്നും അതിനായി തനിക്കുണ്ടായ നഷ്ടങ്ങൾ ചൂണ്ടിക്കാണിച്ച് കോടതിയെ സമീപിക്കുമെന്നും ശ്രീകാന്ത് പറയുന്നു. വീഡിയോ ജേർണലിസ്റ്റ് വിനു സി. റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.